വ്യവസായ വിപ്ലവം വിജയിച്ച, വ്യാവസായികമായി വലിയ പുരോഗതി നേടിയ, അതുകൊണ്ട് തന്നെ മുതലാളിമാർ തൊഴിലാളികളെ ഭയങ്കരമായി ചൂഷണം ചെയ്യുന്ന ബ്രിട്ടനിലോ അല്ലെങ്കിൽ അമേരിക്കയിലോ ആയിരിക്കും ആദ്യം വിപ്ലവം നടക്കുക എന്നാണ് സഖാവ് കാർൽ മാർക്സ് അനുമാനിച്ചത്. അദ്ദേഹത്തിൻ്റെ സങ്കല്പം അങ്ങനെയാണ്. കാരണം വ്യാവസായികമായ പുരോഗതി നേടുന്നതനുസരിച്ച് ചൂഷണം വർദ്ധിക്കും, തൊഴിലാളികളും മുതലാളിമാരും തമ്മിലുള്ള അന്തരം വർദ്ധിക്കും, തൊഴിലാളികൾക്ക് മുതലാളിമാരുള്ള അമർഷം വർദ്ധിക്കും, രോഷം വർദ്ധിക്കും, അവർ പൊട്ടിത്തെറിക്കും. ആ പൊട്ടിത്തെറിയിൽ മുതലാളി വർഗം ഇല്ലാതാവും. അവരുടെ ചോരയിൽ പുതിയ ഒരു വിപ്ലവത്തിൻ്റെ സൂര്യൻ ഉദിക്കും. അങ്ങനെ സാമ്രാജ്യത്വവും അതോടൊപ്പം തന്നെ മുതലാളിത്വവും നശിക്കും. തൊഴിലാളി വർഗ സർവാധിപത്യം നിലവിൽ വരും. പിന്നെ ഭരണകൂടം കൊഴിഞ്ഞു വീഴും. ഇതൊക്കെയായിരുന്നു പാവം മാർക്സിൻ്റെ സ്വപ്നം. അപ്പോൾ ആദ്യം വിപ്ലവം നടക്കുമെന്ന് അദ്ദേഹം വിചാരിച്ച സ്ഥലമാണ് ബ്രിട്ടൻ, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട്. അമേരിക്കയിൽ അത് കഴിഞ്ഞിട്ടുണ്ടാവും വിചാരിച്ചു. കാരണം ഇത് രണ്ടുമാണ് വ്യാവസായികമായിട്ട് ഏറ്റവും അധികം പുരോഗതി പ്രാപിച്ച അന്നത്തെ രാജ്യങ്ങൾ. പിന്നെ മറ്റ് യൂറോപ്യൻ രാജ്യങ്ങൾ. പക്ഷേ അവിടെ ഒന്നും വിപ്ലവം ഉണ്ടായില്ല എന്നുള്ള വേറെ കാര്യം. വിപ്ലവം ആദ്യം ഉണ്ടായത് പാവപ്പെട്ട കർഷകരുടെ നാടായ റഷ്യയിലായിരുന്നു. പിന്നെ കർഷക തൊഴിലാളികൾക്കും തീരെ ജീവിക്കാൻ നിവൃത്തിയില്ലാത്തവർക്കും പ്രാമുഖ്യമുള്ള ചൈനയിലായിരുന്നു. അതൊക്കെ വേറെ പല കാരണങ്ങൾ കൊണ്ടുണ്ടായതാണ്. ബ്രിട്ടനിൽ ഇന്നേ ദിവസം വരെ വിപ്ലവം ഉണ്ടായില്ല. ബ്രിട്ടീഷുകാരെങ്ങനെ വിപ്ലവത്തെ അതിജീവിച്ചു എന്നുള്ളത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. കാരണം ഈ ചൂഷണം വല്ലാതെ വർദ്ധിച്ചപ്പോൾ പാർലമെൻറ്റ് തന്നെ ഇടപെട്ട് തൊഴിലാളികൾക്ക് ഗുണകരമായ ക്ഷേമ നിയമങ്ങൾ ഉണ്ടാക്കി. തൊഴിൽ തർക്ക നിയമം, അല്ലെങ്കിൽ ഫാക്ടറി ആക്ട്, മെറ്റേണിറ്റി ബെനിഫിറ്റ് ആക്ട് പോലെയുള്ള നിയമങ്ങളുണ്ടാക്കി. ജോലി സമയം ക്രമീകരിച്ചു. അത് 8 മണിക്കൂർ ജോലി എന്ന ഇതിലേക്ക് വന്നു. തൊഴിലാളികൾക്ക് മിനിമം കൂലി ഇത്രയായിരിക്കണം എന്ന് നിജപ്പെടുത്തി. അങ്ങനെ നോക്കുമ്പോൾ തൊഴിലാളികൾക്ക് മുതലാളിമാരോടുള്ള എതിർപ്പ് കുറഞ്ഞു. അവർ രണ്ടു കൂട്ടർ പരമാവധി സഹകരിച്ച് പോകാവുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അത്ര എളുപ്പത്തിൽ നടന്ന കാര്യമല്ല എങ്കിൽ പോലും അങ്ങനെ ഈ വിപ്ലവം എന്നുള്ളൊരു വലിയ അപകടം ഒഴിവായി. അപ്പോൾ ഇതാണ് ബ്രിട്ടനിൽ സംഭവിച്ചത്. അപ്പോൾ ബ്രിട്ടനിൽ ഇന്നേ ദിവസം വരെ വിപ്ലവം ഉണ്ടായിട്ടില്ല. ബ്രിട്ടനിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉണ്ട്, ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി. ഹാരി പോളിറ്റിൻ, രജനി പാമേതത്വമൊക്കെ ആയിരുന്നു അതിൻ്റെ പണ്ട് കാലത്ത് നേതാക്കന്മാർ. ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ അംഗത്വം ആളാണ് സഖാവ് ജ്യോതി ബസു. EMS, AKG പോലെയല്ല. അവരൊക്കെ ആദ്യം കോൺഗ്രസ്സുകാരായിരുന്നു. പിന്നെ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റുകാരായി മാറിയവർ. പക്ഷേ ജ്യോതി ബസു അങ്ങനെയല്ല. അദ്ദേഹം ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലാണ് അംഗത്വം. പിന്നെ അവിടെ നിന്ന് അത് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് മേടിക്കുക ചെയ്തത്. ഞാൻ പറഞ്ഞത് ബ്രിട്ടനിൽ പണ്ട് തൊട്ടേ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുണ്ട്. പക്ഷേ ഇവിടെ നിന്ന് പോയ ചില വിപ്ലവകാരികൾക്ക്, അത് നമ്മുടെ ഇന്ത്യയിൽ നിന്ന് പോയ, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്ന് പോയ ചില വിപ്ലവകാരികൾക്ക്, പ്രത്യേകിച്ച് CPMകാർക്ക് ബ്രിട്ടീഷ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി പോരാ. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഒരു ബ്രാഞ്ച് ബ്രിട്ടനിൽ ആരംഭിക്കണം എന്ന് തോന്നി. ഇപ്പോഴൊന്നും അല്ല കേട്ടോ, 58 കൊല്ലം മുമ്പ്. 58 കൊല്ലം മുമ്പ് രൂപീകൃതമായ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ബ്രിട്ടീഷ് ഘടകം, ആ ഘടകത്തിൻ്റെ പേര് അസോസിയേഷൻ ഓഫ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് ബ്രിട്ടൻ ആൻഡ് അയർലൻഡ് എന്നാണ്. അപ്പോൾ ഗ്രേറ്റ് ബ്രിട്ടൻ മാത്രമല്ല, അയർലൻഡ് കൂടി ഉൾപ്പെട്ടതാണ് ഒരു ഘടകം. ആ ഘടകത്തിൻ്റെ സമ്മേളനം കഴിഞ്ഞ ദിവസം നടന്നു. മിക്കവാറും പത്രങ്ങളൊന്നും വന്നില്ല. ദേശാഭിമാനിൽ വന്നോ ഇല്ലയെന്ന് എനിക്കറിയില്ല. വന്ന് കാണും എന്ന് വിചാരിക്കും. അതിൻ്റെ സമ്മേളനം അവിടെ നടന്നു. ബ്രിട്ടൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായിട്ട് നിരവധി സഖാക്കൾ അതിൽ പങ്കെടുത്തു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിനെ പ്രതികരിച്ച് പോളിറ്റ് ബ്യൂറോ അംഗം അശോക് ധാവളെ അതിൽ പങ്കെടുത്തു. ക്യൂബൻ അംബാസഡർ പങ്കെടുത്തു. ഈ മഹാസമ്മേളനത്തിൽ വെച്ച് പാർട്ടിയുടെ സെക്രട്ടറിയായിട്ട്, അത് ബ്രിട്ടീഷ് ഘടകത്തിൻ്റെ സെക്രട്ടറിയായിട്ട് മലയാളിയായ, കൃത്യമായിട്ട് പറഞ്ഞാൽ പാലക്കാട് കിടങ്ങൂർ സ്വദേശിയായ ജനേഷ് നായരെ തിരഞ്ഞെടുത്തു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ വാർത്ത. ഒരു മലയാളി ഇതാദ്യമായിട്ടാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ബ്രിട്ടീഷ് ഘടകത്തിൻ്റെ സെക്രട്ടറിയായിട്ട് വരുന്നത്. അപ്പോൾ ആ സഖാബിനെ ഞാൻ ആദ്യമായിട്ട് അഭിനന്ദിക്കും. പിന്നെ പേര് സൂചിപ്പിക്കുന്ന പോലെ അദ്ദേഹം നല്ലൊരു കരയോഗ നായരാണ്. കിടങ്ങൂരെന്ന് വെച്ചാൽ പണ്ട് തൊട്ടേ ഈ ചെവിയിൽ കൂടെയുള്ള ധാരാളം നായന്മാരുള്ള സ്ഥലമാണ്. അപ്പോൾ ആ വിഭാഗത്തിൽപ്പെട്ട ആളാണ് കിടങ്ങൂർ ഗോപാലകൃഷ്ണപിള്ള. അദ്ദേഹം കിടങ്ങൂർക്കാരനായിരുന്നു. പിന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവും കേരള മുഖ്യമന്ത്രിയുമായി തീർന്ന സഖാവ് PK വാസുദേവൻ നായർ, അദ്ദേഹം കിടങ്ങൂർ സ്വദേശിയാണ്. അപ്പോൾ അങ്ങനെ വലിയൊരു കരയോഗ പാരമ്പര്യവും കമ്മ്യൂണിസ്റ്റ് പാരമ്പര്യവുമുള്ള കിടങ്ങൂരിൽ നിന്നാണ് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാർക്സിസ്റ്റിൻ്റെ ബ്രിട്ടീഷ് ഘടകം സെക്രട്ടറിയായി തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് ജനേഷ് നായർ വരും. തീർച്ചയായിട്ടും എല്ലാ നായന്മാർക്കും സന്തോഷകരമായിട്ടുള്ള, അഭിമാനകരമായിട്ടുള്ള ഒരു നേട്ടമാണെന്ന് പറയാതിരിക്കാൻ യാതൊരു നിവൃത്തിയില്ല. അപ്പോൾ ഈ സഖാവിന് അഭിവാദ്യങ്ങൾ നേരുന്നു. പിന്നെ ഇദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിലായിരിക്കും ഒരുപക്ഷെ ബ്രിട്ടനിൽ വിപ്ലവം നടക്കുക. മാർക്സിൻ്റെ ഒരു സ്വപ്നം
സാക്ഷാത്കരിക്കാനുള്ള വലിയ ഉത്തരവാദിത്വം കൂടിയാണ് സഖാവ് ജനേഷ് നായർക്ക് കൈവന്നിട്ടുള്ളത്. പിന്നെ ബ്രിട്ടനിലെ കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം വേറൊരു പ്രത്യേകതയുണ്ട്. വിരോധികൾ പറഞ്ഞതാണ്, അവിടെ ഈഴവരും നായന്മാരും തമ്മിൽ വർഗ്ഗസമരം നടക്കുന്ന സ്ഥലമാണ്. ഈഴവർക്ക് ഒരു സംഘടന, നായന്മാർക്ക് വേറെ സംഘടന. ഒന്നിൻ്റെ പേര് സമീക്ഷ, മറ്റൊൻ്റെ പേര് കൈരളി. അപ്പോൾ ഈ കൈരളി ഗ്രൂപ്പിൽ നിന്നാണ് സഖാവ് ജനേഷ് നായർ വരുന്നത്. ഇനി സമീക്ഷ ഗ്രൂപ്പ് ഇതിനോട് ഏത് രീതിയിൽ പ്രതികരിക്കും എന്ന് നമുക്കറിയില്ല. ഏതായാലും ബ്രിട്ടനിൽ വൈകാതെ വിപ്ലവം നടക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ട്രഫൽഗർ സ്ക്വയറിൻ്റെ മുകളിൽ ചെങ്കൊടി പാറുന്ന ദിവസം, അതാണ് എൻ്റെ സ്വപ്നത്തിലുള്ളത്. അവിടുത്തെ ലെനിനായിട്ട് അല്ലെങ്കിൽ സ്റ്റാലിനായിട്ട് മാറാൻ, തൊഴിലാളി വർഗ സർവാധിപത്യം നടപ്പാക്കാനുള്ള അവസരം സഖാവ് ജിനേഷ് നായർക്ക് ഉണ്ടാകട്ടെ എന്ന് മാത്രം ആശംസിക്കും. ലാൽ സലാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.